ഹലോ ഫ്രണ്ട്സ്, ജ്യോതിസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് കാണിക്കുന്നത് നമ്മൾ അൽസീഫ് ദുബായിൽ ദൗ ക്രൂസിന് പോയ വീഡിയോ ആണ്. നമ്മളൊരു 5:30 PM ഇവിടെ എത്തിയിരുന്നു. ദൗ ക്രൂസ് 6 PM സ്റ്റാർട്ട് ചെയ്തത്. ഒരാൾക്ക് 50 dirhams ആയിരുന്നു, ഇൻക്ലൂസീവ് ഓഫ് ബുഫേ ഡിന്നർ. അതുപോലെ തന്നെ ലൈവ് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് തനൂറ ഡാൻസ് അതൊക്കെ ഉണ്ടായിരുന്നു. 1.5 മണിക്കൂറിൻ്റെ ജേർണി ആയിരുന്നു ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ നമ്മളൊരു ട്രഡീഷണൽ വുഡൻ ദൗലാണ് പോകുന്നത്. ഈ 1.5 മണിക്കൂർ നമ്മൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുബായ് ക്രീക്ക്, അതുപോലെ തന്നെ ഓൾഡ് ദുബായ്, അവിടുത്തെ കൾച്ചറൽ ലാൻഡ്മാർക്സ് ഒക്കെ കാണാം. ഇവിടെ 2 ഡെക്കുണ്ട്, ലോവറും അപ്പർ ഡെക്കും ഉണ്ട്. ലോവർ എയർ കണ്ടീഷൻഡ് ആണ്. നമ്മൾ പക്ഷേ സെലക്ട് ചെയ്തത് അപ്പർ ഡെക്കാണ്. അപ്പോൾ നല്ല സൈറ്റ് സീയിങ് ഒക്കെ, അടിപൊളി വിഷ്വൽസ് ആയിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടത് തനൂറ ഡാൻസ് ആണ്. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു.
ഇപ്പോൾ ഇവിടെ ബുഫേ ഡിന്നറൊക്കെ സെർവ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഫുഡ് എടുക്കാൻ പോകുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. നല്ലൊരു ബുഫേ ഡിന്നറായിരുന്നു. വെറൈറ്റി ആയിട്ട് നോൺ വെജ് ആയാലും വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കോഇൻസിഡൻസ് ആയിട്ട് ഞങ്ങൾ രമേശ് ചെന്നിത്തല സാർ ആൻഡ് ഫാമിലിയെ കണ്ടത്. സാറ് ഫാമിലിയോടൊപ്പം ആയതുകൊണ്ട് തന്നെ എങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിച്ചു ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറ് ഞങ്ങളെ സാറിൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചതും ഒരു ഫാമിലി ഫ്രണ്ടിനെ പോലെയാണ് ഞങ്ങളോട് ഇൻട്രാക്റ്റ് ചെയ്തത്. വളരെ നല്ലൊരു അപ്രോച്ചബിൾ ലീഡറായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം സാറിൻ്റെ ഒപ്പം കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നു. നല്ലൊരു മെമ്മറബിൾ ജേർണി ആയിരുന്നു ത്രൂ ദ ഹാർട്ട് ഓഫ് ഓൾഡ് ദുബായ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.